CPIM പ്രതിനിധി PM ആർഷോയാണ് നമ്മളോട് സംസാരിക്കാനായി ന്യൂസ് പ്ലസിൽ ആദ്യ അതിഥിയായി എത്തുന്നത്. ശ്രീ PM ആർഷോ, സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ വിധത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നത്. അദ്ദേഹം വിവിധ കാര്യങ്ങളിൽ മറുപടി പറഞ്ഞു. ലഹരി എന്ന് പറയുന്ന ഏറ്റവും വലിയ വിപത്തിനെതിരെ അദ്ദേഹം വിശദമായ രീതിയിൽ സംസാരിച്ചു. കൂടുതൽ അക്കാര്യത്തിൽ തന്നെയായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. സംസ്ഥാനം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിയിൽ നിന്ന് നാട്ടുകാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പലവിധ കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞു. ആർഷോ, അല്ല, തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ഇന്നത്തെ CMന്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നത്. വളരെ വിശദമായി തന്നെ സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ തുടർച്ചയെ സംബന്ധിച്ച് ഇതുവരെ നമുക്കറിയാലോ, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നമ്മളെല്ലാവരും ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവയുടെ വിപണനം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുതിയ തലമുറയിലേക്ക്, യുവാക്കളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് അടക്കം ഇത്തരത്തിലുള്ള വിപത്ത് കടന്നു കയറാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ സംബന്ധിച്ചൊക്കെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹമാകെ അതിനെതിരായിട്ടുള്ള വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ്. സ്വാഭാവികമായും ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച്, അതിൻ്റെ അപ്ഡേറ്റ് എന്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അറിയുന്നതിന് താല്പര്യം, അല്ലെങ്കിൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഈ നാട്ടിനകത്ത് പൊതുസമൂഹത്തിനുണ്ട്. അവർക്കത് വ്യക്തത വരുത്തുക, തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ ആകെ ഒന്നിച്ചുള്ള കൂട്ടായുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് തുടർച്ചയായിട്ട് ഈ വിഷയത്തിനകത്തുള്ള അപ്ഡേറ്റ്സ് ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള പത്രസമ്മേളനങ്ങൾ. ആ നിലയ്ക്ക് തന്നെയാണ് ഇന്നത്തെ പ്രസ് മീറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു നിങ്ങളുടെ തുടക്കത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ഈ പ്രസ് മീറ്റുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട തലവാചകങ്ങളിൽ ഇന്നത്തെ പ്രസ് മീറ്റിന്റെ ഏറ്റവും ഗൗരവകരമായ ഭാഗം ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനം കൂടി സാന്ദർഭികമായി ഉണ്ടായിരുന്നു. ലഹരിക്കെതിരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ ഹെഡ്ലൈൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസുകൾ ഒന്നാണ്. ആർഷോ, അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതെന്നോടുള്ള ചോദ്യമായിട്ടാണ് ഞാൻ കേട്ടത്. ഇല്ലല്ല, അത് ഹെഡ്ലൈൻസ് ഉണ്ട്, അങ്ങ് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ്. തീർച്ചയായും അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ന്യൂസ് മലയാളം, കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. സർക്കാരിന് സമ്പൂർണ്ണമായ പിന്തുണ നൽകുകയാണ്. മുഖ്യമന്ത്രി കുറേ നാളുകൾ കൂടിയാണല്ലോ ഈ വിധത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കേണ്ട എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ ഈ SFIO അന്വേഷണത്തിൽ വീണ തൈക്കണ്ടിയെ പ്രതി ചേർത്തിരിക്കുകയാണ്. കുറ്റപത്രം റദ്ദാക്കാനാകില്ല എന്ന് ഡൽഹി കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി പര്യാപ്തമാണോ വിഷയത്തിൽ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് പല തവണ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായം പറയേണ്ടതായി വന്നിട്ടുള്ളത് ഇത് വളരെ കൃത്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചരണങ്ങളും ആക്രമിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് തെറ്റായ ഒരു ഇടപെടൽ മേൽപ്പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും നമ്മുടെയോ പൊതുസമൂഹത്തിന് മുൻപിലില്ല. കാരണം ഈ ഒരു വിഷയം കേരളത്തിലൊരു മാധ്യമം ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടം മുതൽ ഇങ്ങോട്ട് നമ്മളൊക്കെ ഒരുപാട് ചർച്ചകളുടെ ഭാഗമായിട്ടുള്ളതാണോ? കേരളത്തിനകത്തുള്ള മാധ്യമങ്ങളും പൊതുസമൂഹമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. രണ്ട് കമ്പനികൾ പരസ്പരം എഗ്രിമെൻ്റ് വെച്ച് നടത്തിയിട്ടുള്ള ഒരു ഇടപാട്, അതിൻ്റെ തുടർച്ചയിൽ ഇരു കമ്പനികളുമായി ബന്ധപ്പെട്ട് പരസ്പരം വേറെ പരാതികളോ ആക്ഷേപങ്ങളോ ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പല ആവർത്തി പോയ ഘട്ടത്തിൽ ഇതൊരു അഴിമതിയാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളോ മറ്റു വിവരങ്ങളോ ഈ ഹർജിക്കാർക്ക് ഉൾപ്പെടെ സമർപ്പിക്കാൻ വേണ്ടി കഴിയാത്തതിൻ്റെ ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതിനൊക്കെ ഇപ്പുറത്തും ഇപ്പോൾ SFIO അടക്കമുള്ള അന്വേഷണ സംവിധാനങ്ങളെ ഏത് നിലയ്ക്കാണ് രാജ്യത്തെ ഭരണകൂടം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ മനുഷ്യർക്കാകെ ധാരണയുണ്ട്. അതിൻ്റെ ഏറ്റവും നമ്മളാരും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ഈ ദിവസങ്ങൾ. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ, അന്വേഷണ സംവിധാനങ്ങളെ എങ്ങനെയാണ് തെറ്റായ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സ്വാഭാവികമായും ആ നിലയിൽ
ആ നിലയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികം. കാരണം ഇതിൽ വളരെ രാഷ്ട്രീയ അജണ്ടയോട് കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിരോധമെല്ലാം വളരെ ദുർബലമാണ് എന്ന വിധത്തിൽ ഒരു ആരോപണം വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി ഈ വിധത്തിലുള്ള മുഖ്യമന്ത്രിയുടേതായ തനത് ശൈലിയിലുള്ള ഒരുപക്ഷെ മാസ് മറുപടികൾ എന്ന് പറയാം, ആ വിധത്തിലുള്ള മറുപടികൾക്കപ്പുറത്തേക്ക് കൃത്യമായ ഉത്തരം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത് നിന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായി എന്ത് ഉത്തരാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവഹാരം, അതിനകത്ത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അന്വേഷണ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ അന്വേഷണ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഘട്ടം വരെ അത് ആ നിലയ്ക്ക് തന്നെ തുടർന്ന് പോന്നിട്ടുണ്ട്. അപ്പം ഇവർ സ്വാഭാവികമായും ഉന്നയിക്കുന്ന ഒരൊറ്റ ചോദ്യത്തിനാണ് ഇവിടെ മറുപടി ജനിക്കാതെ പോയിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ CMRലും എക്സാലോജിക്ക് 2 കമ്പനികൾ തമ്മിൽ ഉണ്ടായിരുന്ന കരാർ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് സ്വാഭാവികമായും അത് ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 2 കമ്പനികൾ തമ്മിൽ കരാറ് ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ അതിന് വിവിധങ്ങളായിട്ടുള്ള ക്ലോസുകൾ ഉണ്ടാകും. അതിനകത്ത് ആ കരാറിനകത്തുള്ള അതിന്റെ മെറിറ്റിലേക്ക് നമുക്ക് വിശദമായി വരാം. ഇവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് PMR ഷോ മുഖ്യമന്ത്രി വളരെ കോൺഫിഡന്റ് ആയി ഈ കാര്യത്തിൽ മറുപടി പറയുകയാണ്. എന്റെ രക്തത്തിന് വേണ്ടി കൊതിക്കേണ്ട എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെ വലിയ ആത്മവിശ്വാസമുണ്ട്. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് എല്ലാം ഉയർത്തിക്കാട്ടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേന്ദ്ര ഏജൻസിയും കടുത്ത നടപടികളിലേക്ക് പോവുകയില്ല എന്ന് ഉറപ്പ് പിണറായി വിജയനും CPIM-നും ഉണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ആവർത്തിച്ച് പറയുന്നത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അപ്പോഴും വളരെ ശക്തമായി ഉന്നയിക്കാൻ ഈ വിധത്തിൽ ഒരു കാര്യമായ നടപടികൾ ഉണ്ടാകാതിരിക്കുന്നത് അവർ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി നമുക്കറിയാലോ, രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഏറ്റവും സമുന്നതരായ നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായ ഘട്ടത്തിൽ അതിനെ അവർ നേരിട്ടത് ആ വിധത്തിലായിരിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കും അവരതിനെ ഈ നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി മുതിരുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ആ നിലയിലല്ല. സഖാവ് പിണറായി വിജയന്റെ ഈ കേരളത്തിനകത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഈ നാടിന്റെ ആകെ മുൻപിലുള്ള കാര്യമാണ്. വളരെ തുറന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഈ നാടിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിയുന്ന, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്ന ആത്മവിശ്വാസം ഒരു തരിമ്പ് സംശയമില്ലാതെ ഈ നാടിനാകെ പറയാൻ വേണ്ടി കഴിയും. ഒരു നിലയ്ക്കുള്ള തെറ്റായ പ്രവണതകളുടെയും ഭാഗമായി നിന്നിട്ടില്ല, ഒരു നിലയ്ക്കുള്ള തെറ്റായ ഇടപെടലിന്റെയും ഭാഗമായിട്ടില്ല എന്ന് അത് വളരെ വ്യക്തമാണ്. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ ഇടപെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം മലപ്പുറം ജില്ലാ വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ അതിന് കൃത്യമായ ഒരു മറുപടി, പര്യാപ്തമായ ഒരു മറുപടി വന്നിരുന്നു. ഇപ്പോഴും നവോത്ഥാന സംരക്ഷണ സമിതിയുടെ എല്ലാം തന്നെ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം തുടരുകയാണ്. അതിൽ കൃത്യമായൊരു മറുപടി മുഖ്യമന്ത്രി പറയാൻ തയ്യാറായില്ല. അല്ല, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരാമർശം അത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല എന്നുള്ളതിനകത്ത് തർക്കമില്ല. ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഒരു ജില്ലയിലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരെ ആകെ അവഹേളിക്കുന്ന നിലയിൽ, അവരെ തെറ്റായി പൊതുസമൂഹത്തിന് മുൻപിൽ അടയാളപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഓർമ്മ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെ, 24 പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെ വളരെ കൃത്യതയോടുകൂടി അതുമായി ബന്ധപ്പെട്ട് എന്താണ്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ശ്രദ്ധിക്കണം എന്ന ഒരു വാക്ക് മാത്രമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. അദ്ദേഹം നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി തന്നെ ഇപ്പോഴും തുടരുകയല്ല. അതൊരു പ്രശ്നമല്ലേ? അല്ല, സ്വാഭാവികമായും അതിനുശേഷം അദ്ദേഹം അത് തിരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടിയും തിരുത്താൻ വേണ്ടിയും തയ്യാറാകും എന്നുള്ളത് തന്നെയാണല്ലോ ഈ നാളെ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ അനുകൂലിക്കുന്ന നിലയിലേക്കുള്ളൊരു സ്റ്റേറ്റ്മെന്റോ നിലപാടോ അതൊരിക്കലും അല്ല. പക്ഷെ ഒരു സംശയം എന്താണെന്ന് അറിയോ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് കരുതപ്പെടുന്ന ഈഴവ വിഭാഗത്തിൽ നിന്ന് കാര്യമായ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി അങ്ങനെ പരസ്യമായി തള്ളി പറഞ്ഞാൽ ഒരു തിരിച്ചടി ഭയക്കുന്നുണ്ടോ CPIM മുഖ്യമന്ത്രി? അതിനകത്ത് ഒന്ന്, നമ്മുടെ രാജ്യത്ത് നിലവിൽ ലഭ്യമായിട്ടുള്ള
ഒരു സാങ്കേതിക സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഒരു നിലയ്ക്കുള്ള ഫോർമുലകളോ വെച്ച് ഓരോ മണ്ഡലത്തിനകത്തും ഏതൊക്കെ സാമൂഹിക വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളാണ് ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്നു ചേർന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്നതിനോ മനസ്സിലാക്കുന്നതിനോ വേണ്ടി ഒരു സാങ്കേതിക വിദ്യയും കണ്ടെത്തിയിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ഇറങ്ങുമ്പോൾ അല്ല അതാണ് ഇത് ചില ആളുകളുടെ അസംഷൻ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സാമൂഹിക വിഭാഗത്തിന്റെ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ജനങ്ങളുടെ ആകെ ആ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആകെ വോട്ട് നേടുന്നതിന് വേണ്ടിയാണല്ലോ. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ പോലെ മറ്റേ സ്റ്റേറ്റ്മെന്റിൽ മൂർച്ച കൂട്ടുകയും മൂർച്ച കുറയ്ക്കുകയും ചെയ്യുന്ന ശീലവും രീതി എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇല്ല. സ്വാഭാവികമായും അതാത് വിഷയങ്ങളെ മുൻനിർത്തി തന്നെയായിരിക്കും നിലപാടുണ്ടാകും. അത് വളരെ വ്യക്തമാണ്. ആ പോയിന്റ് വളരെ വ്യക്തമാണ്. എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരത്തിലേക്ക് പോകുന്നില്ല, 5 തവണ ചർച്ച നടത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആത്മാർത്ഥമായ ഒരു ആഗ്രഹം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇപ്പൊ 4ാം വാർഷികം എല്ലാം വളരെ വിപുലമായി ആഗ്രഹിക്കാൻ സംസ്ഥാനം ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഇവർക്ക് കൂട്ടിക്കൊടുത്തവരെന്ന് കുറച്ചാളുകളെങ്കിലും, സാധാരണക്കാരായ ചില ആളുകളെങ്കിലും ചിന്തിച്ചാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കുമോ? അല്ല, വളരെ ആത്മാർത്ഥമായി തന്നെ ഈ നാട്ടിലെ മനുഷ്യരാകിയ സമരം അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും മറിച്ചൊരു അഭിപ്രായം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നിലയിൽ അങ്ങനെ ഒരു സമരം തുറന്നു പോകേണ്ടതില്ല. ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സമീപകാലത്ത് നടന്ന ഏതൊരു സമരത്തെക്കാൾ കൂടുതൽ ചർച്ചകൾ ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു നിലയുണ്ടായി. ഇപ്പൊ ഇന്നടക്കം മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മളൊക്കെ കഴിഞ്ഞ നാളുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് ഇപ്പോൾ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള നമ്മുടെ സഹോദരിമാർ ഏറ്റവും മികച്ച ജീവിത നിലവാരത്തിൽ അവർക്ക് ഏറ്റവും മികച്ച തൊഴിൽ സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകണം എന്നുള്ളതൊക്കെ തന്നെയല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിന് ഏറ്റവും പ്രഥമമായി വേണ്ടത് അവരെ തൊഴിലാളികളായി പരിഗണിക്കുക എന്നുള്ളതാണ്. അവരെ തൊഴിലാളികളായി പരിഗണിക്കണം എന്നുള്ള മുദ്രാവാക്യം കേന്ദ്ര സർക്കാരിനോട് ഉയർത്തുന്നതിന് വേണ്ടി പോലും നിലവിൽ സമരം ചെയ്തുകൊണ്ട് അതിന് ആശാ സമരം നിങ്ങൾ വിശേഷിപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. SUCA-യും BMS-ഉം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, ആ സമരത്തിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം പോലും ഉയരുന്നില്ല എന്നുള്ള വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ആക്ഷേപം അല്ലെങ്കിൽ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. സ്വാഭാവിക അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നതിന്റെ കാരണം ഈ നിലയിൽ ആശാ വർക്കർമാരുടെ ജീവിതം അവരുടെ സാഹചര്യങ്ങളാകെ പ്രയാസത്തിലാക്കുന്ന നിലയിലേക്കുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോട് ഒരു വിമർശനം ഉയർത്തുന്നതിന് വേണ്ടിയോ അതിനെതിരെ സംസാരിക്കുന്നതിന് വേണ്ടിയോ ഇവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല. വളരെ വ്യക്തമാണ്. ശ്രീ PM ആർഷോ ന്യൂസ് മലയാളത്തോട് സഹകരിച്ചതിന് നന്ദി. തങ്ങളുടെ പോയിന്റ് വളരെ ക്ലിയർ ആണ്. എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. മുഖ്യമന്ത്രി എല്ലാത്തിനും മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. മറുപടി പറഞ്ഞു എന്നുള്ളതാണ് PM ആർഷോ CPI പ്രതിനിധി പറഞ്ഞു വെക്കുന്നത്.